എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. +2 ബയോളജിയിലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ജെനറ്റിക് കോഡ്, അതുപോലെ ട്രാൻസ്ലേഷൻ എന്നീ പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ കഴിഞ്ഞ പാഠഭാഗങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ജെനറ്റിക് കോഡ് എന്ന പാഠഭാഗമാണ് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത്. ജെനറ്റിക് കോഡ് റെഫേഴ്സ് ടു ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ mRNA ആൻഡ് ദി സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ ദി പോളിപെപ്റ്റൈഡ് ചെയിൻ. mRNAയിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസും അതുപോലെ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിലെ അമിനോ ആസിഡ് സീക്വൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ജെനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ജോർജ് ഗാമോ എന്ന സയൻറ്റിസ്റ്റാണ് ഈ ജെനറ്റിക് കോഡ് 3 നൈട്രജൻ ബേസുകൾ ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് കണ്ടെത്തിയത്. അതായത് നമ്മുടെ ജെനറ്റിക് കോഡ് ഒരു ട്രിപ്ലെറ്റ് കോഡാണ്. 3 ബേസുകൾ ചേർന്നാണ് ഒരു ജെനറ്റിക് കോഡ് നിർമ്മിക്കപ്പെടുന്നത്. ടോട്ടൽ 64 കോഡോണുകളാണ് കാണപ്പെടുന്നത്. ഈ 64 കോഡോണുകളാണ് 20 അമിനോ ആസിഡുകളെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇങ്ങനെ ഈ 3 ബേസുകൾ ചേർന്ന് കാണപ്പെടുന്ന ഈ ട്രിപ്ലെറ്റ്സിനെയാണ് കോഡോൺസ് എന്ന് വിളിക്കുന്നത്. ജെനറ്റിക് കോഡിൻ്റെ കണ്ടെത്തലിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ പരീക്ഷണ ഫലങ്ങൾ സഹായകമായിട്ടുണ്ട്. വിവിധ ബേസുകൾ ഉപയോഗിച്ച് കൃത്രിമമായി RNA നിർമ്മിച്ച ഹർഗോബിന്ദ് ഖൊരാന എന്ന സയൻറ്റിസ്റ്റ് നടത്തിയ പരീക്ഷണങ്ങൾ ജെനറ്റിക് കോഡിൻ്റെ കണ്ടെത്തലിന് സഹായകമായി. അതുപോലെ ജീവകോശങ്ങൾക്ക് പുറത്ത് മാർഷൽ നീറൻബർഗ് എന്ന സയൻറ്റിസ്റ്റ് നടത്തിയ പ്രോട്ടീൻ സിന്തസിസ് എക്സ്പെരിമെൻസും ഇതിന് സഹായകമായി. സെവറോ ഒക്കോവ കണ്ടെത്തിയ ഒക്കോവ എൻസൈം എന്നറിയപ്പെടുന്ന പോളി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന എൻസൈം ഉപയോഗിച്ച് RNA മോളിക്യൂൾസിനെ നേരിട്ട് നിർമ്മിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള നിരവധി പരീക്ഷണങ്ങളുടെ ഫലമായി ജെനറ്റിക് കോഡിൻ്റെ ഒരു ചെക്കർ ബോർഡ് നിർമ്മിക്കപ്പെട്ടു. ഈ ചെക്കർ ബോർഡിൽ mRNAയിൽ കാണപ്പെടുന്ന 4 നൈട്രജൻ ബേസുകളായ യുറാസിൽ, സൈറ്റോസിൻ, അഡിനിൻ, ഗ്വാനിൻ എന്നിവ ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന 64 കോഡോണുകളും ഈ കോഡോണുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അമിനോ ആസിഡുകളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജെനറ്റിക് കോഡിൻ്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ചാണ്. ഫസ്റ്റ് വൺ, കോഡോൺസ് ആർ ട്രിപ്ലെറ്റ്സ്. ആകെ 64 കോഡോണുകളാണ് കാണപ്പെടുന്നത്. ഇതിൽ 61 കോഡോണുകളാണ് 20 അമിനോ ആസിഡുകളെ പ്രതിനിധീകരിക്കുന്നത്. 3 കോഡോണുകൾ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അതിനാൽ ഇവയെ സ്റ്റോപ്പ് കോഡോൺസ് അല്ലെങ്കിൽ നോൺസെൻസ് കോഡോൺസ് അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺസ് എന്ന് വിളിക്കുന്നു. UAG ഓർ ആംബർ, UGA ഓർ ഒപ്പാൽ, UAA ഓർ ഒക്രേ എന്നിവയാണ് സ്റ്റോപ്പ് കോഡോൺസ് എന്നറിയപ്പെടുന്നത്. UAG, UGA, UAA എന്നിവയാണ് സ്റ്റോപ്പ് കോഡോൺസ് എന്നറിയപ്പെടുന്ന കോഡോൺസ്. സെക്കൻഡ് വൺ, ജെനറ്റിക് കോഡ് ഈസ് സ്പെസിഫിക്. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ജെനറ്റിക് കോഡ് സ്പെസിഫിക് ആണ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ചില അമിനോ ആസിഡുകൾ ഒന്നിലധികം കോഡോണുകളാൽ കോഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ജെനറ്റിക് കോഡ് ഈസ് സെഡ് ടു ബി ഡീജനറേറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. UCU എന്ന കോഡോൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറിൻ എന്ന അമിനോ ആസിഡിനെയാണ്. അതുപോലെ
UCC എന്ന കോഡോണും UCA എന്ന കോഡോണും UCG എന്ന് പറയുന്ന കോഡോണും റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ്. ഇത്തരത്തിൽ ചില അമിനോ ആസിഡുകൾ ഒന്നിലധികം കോഡോണുകളാൽ കോഡ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത്. ഫോർത്ത് വൺ, ജനറ്റിക് കോഡ് ഈസ് കണ്ടിഗ്യുവസ്. ഒരു mRNAയിലെ കോഡോൺസ് തുടർച്ചയായി 5' to 3' ഡയറക്ഷനിലാണ് കാണപ്പെടുന്നത്. ഇവയ്ക്കിടയിൽ പങ്ക്ച്വേഷൻസ് ഒന്നും കാണപ്പെടുന്നില്ല. നെക്സ്റ്റ് വൺ, ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. എല്ലാ ജീവികളിലും കോഡോൺസ് സെയിം അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. എന്നാൽ മൈറ്റോകോൺട്രിയയിലും ചില പ്രോട്ടോസോവകളിലും കോഡിൽ ചെറിയ വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, AUG എന്ന കോഡോൺ മെത്യോണിൻ എന്ന അമിനോ ആസിഡിനെ പ്രതിനിധീകരിക്കുന്നതോടൊപ്പം തന്നെ ഇനീഷിയേഷൻ കോഡോണായും പ്രവർത്തിക്കുന്നു. അതായത് AUG എന്ന കോഡോണ് പ്രധാനമായും 2 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, ഈ കോഡോൺ മെത്യോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ രണ്ടാമതായി ഒരു mRNAയിലെ ഇനീഷിയേഷൻ കോഡോണായും AUG പ്രവർത്തിക്കുന്നു. ഒരു mRNAയിൽ ട്രാൻസ്ലേഷൻ ആരംഭിക്കുന്ന കോഡോണിനെയാണ് ഇനീഷിയേഷൻ കോഡോൺ എന്ന് വിളിക്കുന്നത്. mRNAയിൽ ഇനീഷിയേഷൻ കോഡോണായി പ്രവർത്തിക്കുന്ന കോഡോൺ ആണ് AUG. ഇത്രയുമാണ് ജനറ്റിക് കോഡിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ജനറ്റിക് കോഡിൻ്റെ കണ്ടെത്തലിന് സഹായിച്ച സയൻറ്റിസ്റ്റുകളെക്കുറിച്ചും അതുപോലെ ജനറ്റിക് കോഡിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തതായി നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയയാണ് നോക്കാൻ പോകുന്നത്. ട്രാൻസ്ലേഷൻ വിവിധ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ മോളിക്യൂൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ലേഷൻ. mRNAയിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിന് അനുസൃതമായാണ് അമിനോ ആസിഡ് നിർമ്മിക്കപ്പെടുന്നത്. കോശത്തിനകത്തെ റൈബോസോമിൽ വെച്ചാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് റൈബോസോംസ് പ്രോട്ടീൻ ഫാക്ടറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ റൈബോസോമിനും ഒരു ലാർജ് സബ് യൂണിറ്റും ഒരു സ്മോൾ സബ് യൂണിറ്റും കാണപ്പെടുന്നുണ്ട്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്താണ് ഇവ കൂടിച്ചേർന്ന് ആക്റ്റീവ് റൈബോസോമായി മാറുന്നത്. ഈ പ്രക്രിയയാണ് അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. മഗ്നീഷ്യം അയൺസ് ഈ അസോസിയേഷൻ എന്ന പ്രക്രിയയ്ക്ക് അത്യാവശ്യമാണ്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സമയത്ത് ഒരു mRNAയിൽ നിരവധി റൈബോസോമുകൾ ലൈനപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കാണപ്പെടുന്ന ആക്റ്റീവ് റൈബോസോംസിൻ്റെ നിരകളെയാണ് പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോംസ് എന്ന് വിളിക്കുന്നത്. ബാക്ടീരിയകളിൽ റൈബോസോംസിലെ 23S rRNA റൈബോസൈം എന്ന് പറയുന്ന ഒരു എൻസൈമായി പ്രവർത്തിച്ച് പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. യുക്കാരിയോട്ടിക് റൈബോസോംസിൽ സ്മോൾ സബ് യൂണിറ്റിൻ്റെയും ലാർജ് സബ് യൂണിറ്റിൻ്റെയും ജംഗ്ഷനിലായി ഒരു ഗ്രൂവ് കാണപ്പെടുന്നുണ്ട്. ഈ ഗ്രൂവിൽ നിന്നും ഒരു ടണൽ ലാർജ് സബ് യൂണിറ്റിലൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ ഒരു കനാലിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഈ 2 സബ് യൂണിറ്റുകൾക്ക് ഇടയിൽ കാണപ്പെടുന്ന ഈ ഗ്രൂവിൽ നിർമ്മിക്കപ്പെടുന്ന പോളിപെപ്റ്റൈഡ് ലാർജ് സബ് യൂണിറ്റിലെ ടണലിലൂടെ പാസ് ചെയ്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എത്തിച്ചേരുന്നു.
സെല്ലുലാർ എൻസൈംസിൻ്റെ ആക്ഷനിൽ നിന്നും ഈ ഗ്രൂവിന് അകത്തായത് കാരണം ഡെവലപ്പിംഗ് പോളിപെപ്റ്റൈഡ് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ലാർജ് സബ് യൂണിറ്റിൻ്റെ മുകളിൽ ഒരു ക്യാപ്പായാണ് സ്മോൾ സബ് യൂണിറ്റ് കാണപ്പെടുന്നത്. ലാർജ് സബ് യൂണിറ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായി അറ്റാച്ച് ചെയ്യുന്നത് ഗ്ലൈക്കോപ്രോട്ടീനുകളായ റൈബോഫോറിൻ 1, 2 എന്നിവ വഴിയാണ്. ഓരോ റൈബോസോമിലും ഒരു mRNA ബൈൻഡിംഗ് സൈറ്റും 3 tRNA ബൈൻഡിംഗ് സൈറ്റും കാണപ്പെടുന്നുണ്ട്. പി സൈറ്റ്, എ സൈറ്റ്, ഇ സൈറ്റ് എന്നിവയാണ് tRNA ബൈൻഡിംഗ് സൈറ്റുകൾ. ഈ 3 സൈറ്റുകളുടെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പി സൈറ്റ് ഓർ പെപ്റ്റിഡിൽ tRNA സൈറ്റ്. നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പോളിപെപ്റ്റൈഡിനെ ഹോൾഡ് ചെയ്യുന്ന സൈറ്റാണ് പി സൈറ്റ് അല്ലെങ്കിൽ പെപ്റ്റിഡിൽ tRNA സൈറ്റ്. സെക്കൻഡ് വൺ, എ സൈറ്റ് ഓർ അമിനോ അസൈൽ tRNA സൈറ്റ്. ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിലേക്ക് അടുത്തതായി കൂട്ടിച്ചേർക്കേണ്ട അമിനോ ആസിഡുമായി വരുന്ന tRNA ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ് എ സൈറ്റ് അല്ലെങ്കിൽ അമിനോ അസൈൽ tRNA സൈറ്റ്. തേർഡ് വൺ, ഇ സൈറ്റ് ഓർ എക്സിറ്റ് സൈറ്റ്. റൈബോസോമിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന tRNA പുറത്തു പോകുന്ന സൈറ്റാണ് ഇ സൈറ്റ് ഓർ എക്സിറ്റ് സൈറ്റ്. നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻ ഹോൾഡ് ചെയ്യുന്ന സൈറ്റാണ് പി സൈറ്റ് എങ്കിലും പ്രോട്ടീൻ സിന്തസിസ് ആരംഭിക്കുന്ന സമയത്ത് ആദ്യത്തെ അമിനോ ആസിഡുമായി വരുന്ന ഇനീഷ്യേറ്റർ tRNA എൻ്റർ ചെയ്യുന്നത് റൈബോസോമിലെ പി സൈറ്റിലേക്കായിരിക്കും. ന്യൂക്ലിയസിനകത്തു നിന്നും ട്രാൻസ്ക്രിപ്ഷൻ വഴി ഫോം ചെയ്ത mRNAയിലെ സീക്വൻസിനനുസരിച്ചാണ് റൈബോസോമിൽ വെച്ച് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. mRNAയിൽ കാണപ്പെടുന്ന ഈ കോഡോണുകളെ തിരിച്ചറിയുന്നത് tRNAയിൽ കാണപ്പെടുന്ന ആൻറ്റി കോഡോൺ സീക്വൻസുകളാണ്. അടുത്തതായി നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയയുടെ ഒന്നാമത്തെ ഘട്ടമാണ് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്. ഈ പ്രക്രിയ വഴി ഒരു അമിനോ ആസിഡ് ഒരു മോളിക്യൂൾ ATPയുമായി പ്രവർത്തിച്ച് അമിനോ ആസിഡ് AMP കോംപ്ലക്സും പൈറോഫോസ്ഫേറ്റുമായി മാറുന്നു. ഈ കോംപ്ലക്സിനെയാണ് ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. ഈ ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് ഒരു സ്പെസിഫിക് tRNAയുടെ അമിനോ ആസിഡ് ബൈൻഡിംഗ് സൈറ്റായ 3' എൻഡുമായി അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അമിനോ ആസിഡിലെ കാർബോക്സിൽ ഗ്രൂപ്പും tRNAയുടെ 3' എൻഡിൽ കാണപ്പെടുന്ന ട്രിപ്ലറ്റായ CCAയിലെ ടെർമിനൽ ബേസിലെ OH ഗ്രൂപ്പും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് tRNA എന്ന് വിളിക്കുന്നത്. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് അമിനോ അസൈൽ tRNA സിന്തറ്റേസ്. ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയയിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനീഷിയേഷൻ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ. ഒരു ഇനീഷിയേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതോടുകൂടിയാണ് ഒരു mRNAയിലെ ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയ ആരംഭിക്കുന്നത്. mRNA ഫസ്റ്റ് അമിനോ ആസിഡുമായി ബൈൻഡ് ചെയ്ത ഇനീഷിയേറ്റർ tRNA, റൈബോസോം സബ് യൂണിറ്റ്സ് എന്നിവ കൂടിച്ചേർന്നാണ് ട്രാൻസ്ലേഷൻ ഇനീഷിയേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്.
പ്രോകാരിയോട്സിൽ ഇനീഷിയേഷൻ ഫാക്ടേഴ്സായ ഐ, എഫ് എന്നിവയും യൂക്കാരിയോട്സിൽ ഇനീഷിയേഷൻ ഫാക്ടേഴ്സായ ഇ, ഐ, എഫ് എന്നിവയുമാണ് ട്രാൻസ്ലേഷൻ ഇനീഷിയേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ഇനീഷിയേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യാൻ ആവശ്യമായ എനർജി സപ്ലൈ ചെയ്യുന്നത് GTP മോളിക്യൂൾസ് ആണ്. അടുത്തതായി നമുക്ക് ഈ ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നായി പരിചയപ്പെടാം. ആദ്യമായി mRNA റൈബോസോമിലെ സ്മോൾ സബ് യൂണിറ്റുമായി ബൈൻഡ് ചെയ്യുന്നു. പ്രോകാരിയോട്സിൽ റൈബോസോംസിലെ സ്മോൾ സബ് യൂണിറ്റിൽ കാണപ്പെടുന്ന rRNA മോളിക്യൂൾസാണ് mRNAയിലെ സീക്വൻസുമായി ബേസ് പെയേഴ്സ് ഫോം ചെയ്യുന്നത്. അതേസമയം യൂക്കാരിയോട്സിൽ mRNAയുടെ 5' എൻഡിൽ കാണപ്പെടുന്ന ക്യാപ്പാണ് റൈബോസോമിൻ്റെ സ്മോൾ സബ് യൂണിറ്റുമായി mRNAയ്ക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ട സിഗ്നൽ നൽകുന്നത്. mRNAയിലെ ഇനീഷിയേഷൻ കോഡോണായ AUG എന്ന കോഡോണിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയ ആരംഭിക്കുന്നത്. ഇനീഷിയേറ്റർ tRNAയിലെ ആൻറ്റി കോഡോൺസ് mRNAയിലെ ഈ ഇനീഷിയേഷൻ കോഡോണുമായി ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ ഇനീഷിയേറ്റർ tRNA പ്രോകാരിയോട്സിൽ ഫോർമൈൽ മെത്യോണിൻ എന്ന അമിനോ ആസിഡിനെയും യൂക്കാരിയോട്സിൽ മെത്യോണിൻ എന്ന അമിനോ ആസിഡിനെയുമാണ് വഹിക്കുന്നത്. ഈ ഇനീഷിയേറ്റർ tRNA mRNAയുമായി ബൈൻഡ് ചെയ്തതിന് ശേഷം റൈബോസോമിൻ്റെ ലാർജ് സബ് യൂണിറ്റ് സ്മോൾ സബ് യൂണിറ്റുമായി കൂടിച്ചേരുന്നു. ഈ സ്റ്റേജിൽ ഇനീഷിയേറ്റർ tRNA റൈബോസോമിലെ P സൈറ്റിലായിരിക്കും കാണപ്പെടുന്നത്. അതേസമയം അടുത്ത അമിനോ ആസിഡുമായി അടുത്ത tRNA വരുന്നതുവരെ A സൈറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയയുടെ അടുത്ത സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ. ട്രാൻസ്ലേഷൻ്റെ ഇലോങ്ങേഷൻ ഫേസിൽ ഫസ്റ്റ് അമിനോ ആസിഡുമായി അടുത്തടുത്ത അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് എന്ന പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ഒരു അമിനോ അസൈൽ tRNA അതിൻ്റെ സ്പെസിഫിക് അമിനോ ആസിഡുമായി റൈബോസോമിലെ A സൈറ്റിലേക്ക് പ്രവേശിക്കുന്നു. ഈ tRNAയുടെ ആൻറ്റി കോഡോൺ mRNAയിലെ സ്പെസിഫിക് കോഡോണിനെ തിരിച്ചറിഞ്ഞ് ഹൈഡ്രജൻ ബോണ്ട് വഴി ആ കോഡോണുമായി ബൈൻഡ് ചെയ്യുന്നു. ഇവിടെ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും AUG എന്ന ഇനീഷിയേഷൻ കോഡോണിന് ശേഷം കാണപ്പെടുന്ന കോഡോണാണ് CCU എന്ന് പറയുന്നത്. CCU എന്ന് പറയുന്ന കോഡോൺ റെപ്രസെൻ്റ് ചെയ്യുന്ന അമിനോ ആസിഡാണ് പ്രോളിൻ. ഈ പ്രോളിൻ എന്ന അമിനോ ആസിഡിനെയും ക്യാരി ചെയ്തുകൊണ്ടാണ് ഈ അമിനോ അസൈൽ tRNA ഈ A സൈറ്റിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ tRNA A സൈറ്റിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ mRNAയിലെ CCU എന്ന് പറയുന്ന ഈ കോഡോണുമായി ഈ അമിനോ അസൈൽ tRNAയുടെ ആൻറ്റി കോഡോൺ ബൈൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഈ റൈബോസോമിലെ P സൈറ്റിൽ മെത്യോണിൻ എന്ന അമിനോ ആസിഡും A സൈറ്റിൽ പ്രോളിൻ എന്ന അമിനോ ആസിഡും കാണപ്പെടുന്നു. അതിനുശേഷം P സൈറ്റിലെ tRNAയിലെ അമിനോ ആസിഡായ മെത്യോണിനും അതുപോലെ
പുതുതായി വന്ന എ സൈറ്റിലെ tRNAയിലെ അമിനോ ആസിഡായ പ്രോളിനും തമ്മിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് ചെയ്യപ്പെടുന്നു. ഒന്നാമത്തെ അമിനോ ആസിഡിലെ COOH ഗ്രൂപ്പും രണ്ടാമത്തെ അമിനോ ആസിഡിലെ അമിനോ ഗ്രൂപ്പും തമ്മിലാണ് ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. പെപ്റ്റിഡിൽ ട്രാൻസ്ഫറേസ് എന്ന എൻസൈമാണ് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നതോടുകൂടി രണ്ടാമത്തെ tRNAയിൽ ഒരു ഡൈപെപ്റ്റൈഡ് ഫോം ചെയ്യുന്നു. അതുപോലെ ഒന്നാമത്തെ tRNAയിൽ ഒരു അമിനോ ആസിഡും കാണപ്പെടുന്നുമില്ല. അടുത്ത സ്റ്റെപ്പിൽ റൈബോസോം mRNAയിലെ 3' എൻഡിലെ അടുത്ത കോഡോണിലേക്ക് മൂവ് ചെയ്യുന്നു. റൈബോസോമിൻ്റെ ഈ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് എ സൈറ്റിൽ കാണപ്പെടുന്ന ഡൈപെപ്റ്റിഡിൽ tRNA ട്രാൻസ്ലൊക്കേഷൻ എന്ന പ്രക്രിയ വഴി പി സൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ ഡി അസൈലേറ്റഡ് tRNA, അതായത് അമിനോ ആസിഡ് ഇല്ലാത്ത tRNA പി സൈറ്റിൽ നിന്നും ഈ സൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ നിന്നും ഈ ഡി അസൈലേറ്റഡ് tRNA സൈറ്റോസോളിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. റൈബോസോമിൻ്റെ ഈ മൂവ്മെൻറ്റ് നടക്കുന്നതോടുകൂടി mRNAയിലെ മൂന്നാമത്തെ കോഡോൺ ഇപ്പോൾ എ സൈറ്റിലും രണ്ടാമത്തെ കോഡോൺ ഇപ്പോൾ പി സൈറ്റിലും ആയിരിക്കും കാണപ്പെടുന്നത്. വീണ്ടും മുൻപ് നടന്ന ഇതേ പ്രവർത്തനങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് അടുത്ത അമിനോ ആസിഡുമായി അമിനോ അസൈൽ tRNA എ സൈറ്റിലേക്ക് പ്രവേശിക്കുകയും ഈ tRNAയിലെ അമിനോ ആസിഡും ഡൈപെപ്റ്റൈഡിലെ അമിനോ ആസിഡും തമ്മിൽ കൂടിച്ചേർന്ന് ട്രൈപെപ്റ്റൈഡായി മാറുകയും ചെയ്യുന്നു. അതിനുശേഷം റൈബോസോം അടുത്തടുത്ത കോഡോണുകളിലേക്ക് 5' to 3' ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ഓരോ അമിനോ ആസിഡുകളായി കൂട്ടിച്ചേർത്ത് പോളിപെപ്റ്റൈഡിൻ്റെ നിർമ്മാണം നടക്കുകയും ചെയ്യുന്നു. ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയയിലെ അവസാനത്തെ ഘട്ടമാണ് ടെർമിനേഷൻ ഓഫ് പോളിപെപ്റ്റൈഡ് സിന്തസിസ്. mRNAയിൽ കാണപ്പെടുന്ന സ്റ്റോപ്പ് കോഡോൺസായ UAA, UAG, UGA എന്നിവയാണ് ടെർമിനേഷന് വേണ്ട സിഗ്നൽ നൽകുന്നത്. ഈ സ്റ്റോപ്പ് കോഡോണുകളൊന്നും ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവയിലേതെങ്കിലും ഒരു ടെർമിനേഷൻ കോഡോൺ എ സൈറ്റിലേക്ക് എത്തുന്നതോടുകൂടി ഒരു tRNA മോളിക്യൂളും ഈ സൈറ്റിലേക്ക് അമിനോ ആസിഡുമായി എൻ്റർ ചെയ്യുന്നില്ല. അതോടുകൂടി പ്രോട്ടീൻ സിന്തസിസ് എന്ന പ്രക്രിയ അവിടെ അവസാനിക്കുന്നു. പോളിപെപ്റ്റൈഡിൻ്റെ സിന്തസിസ് അവസാനിക്കുന്നതോടുകൂടി റിലീസ് ഫാക്ടേഴ്സിൻ്റെ സഹായത്തോടുകൂടി ലാസ്റ്റ് tRNAയും ഫ്രീ പോളിപെപ്റ്റൈഡും റൈബോസോമിൽ നിന്നും റിലീസ് ചെയ്യുന്നു. പുതുതായി നിർമ്മിച്ച ഈ പോളിപെപ്റ്റൈഡ് റിലീസ് ചെയ്യുന്നതോടുകൂടി ഈ പ്രക്രിയ ഇവിടെ അവസാനിക്കുന്നു. പിന്നീട് പോളിസോംസ് ഫോം ചെയ്ത് ഈ പ്രോസസ്സ് പലതവണ റിപ്പീറ്റ് ചെയ്യുകയും ആവശ്യത്തിന് പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന mRNAയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്ത ചില അഡീഷണൽ സീക്വൻസ് കാണപ്പെടുന്നുണ്ട്. ഇവയാണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്നറിയപ്പെടുന്നത്. എഫിഷ്യൻ്റായ ട്രാൻസ്ലേഷന് ഈ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ആവശ്യമാണ്. ഇത്രയുമാണ് ട്രാൻസ്ലേഷൻ
അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജനറ്റിക് കോഡ് അതുപോലെ ട്രാൻസ്ലേഷൻ എന്നീ 2 ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.